നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. വസന്തം തേടി എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ജീവിതത്തിലെ ആദ്യത്തെ ദുരന്തം സംഭവിച്ചത് 3 വർഷങ്ങൾക്ക് മുമ്പാണ്. എല്ലാമായിരുന്ന ഭർത്താവ് രോഹിത് ഒരു വാഹനാപകടത്തിൽ പെട്ടെന്ന് വിട്ടുപോയി. ഞങ്ങളുടെ വിവാഹബന്ധത്തിന് 5 വർഷത്തെ ആഴമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങൾ നീണ്ട ഒറ്റപ്പെടലിൻ്റെ തടവറയായിരുന്നു. വിധവ എന്ന ലേബലിൽ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ചുറ്റുമുള്ളവരുടെ സഹതാപം, രാത്രികളിലെ ഏകാന്തത, സാമ്പത്തികമായ ആശങ്കകൾ എല്ലാം എന്നെ തളർത്തി. മോളെ, നിനക്ക് പ്രായം 30 ആയിട്ടുള്ളൂ. ഒരു ജീവിതം ബാക്കിയുണ്ട്. നീ തീർച്ചയായും രണ്ടാമതൊന്ന് വിവാഹം കഴിക്കണം. വീട്ടുകാരും അടുത്ത ബന്ധുക്കളും നിർബന്ധിച്ചു. അവരുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങി 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമതൊരു വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ സജിത്ത് എൻ്റെ ജീവിത പങ്കാളിയായി മാറി. രോഹിത്തിൻ്റെ വിപരീത സ്വഭാവമുള്ള ഒരാൾ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പക്ഷേ പുറമെ നല്ലൊരു സ്നേഹിതനായും ഭർത്താവായും അഭിനയിക്കുന്ന ഒരാൾ. പുതിയ ജീവിതം ഒരു പ്രതീക്ഷയുടെ നിറം തന്നു എനിക്ക്. പക്ഷേ ആ പ്രതീക്ഷയുടെ വെളിച്ചം പെട്ടെന്ന് കെട്ടുപോയി. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചകൾ സന്തോഷമുള്ളതായിരുന്നു. സജിത്ത് എന്നോട് നന്നായി സംസാരിച്ചു, എൻ്റെ കാര്യങ്ങൾ തിരക്കി. എന്നാൽ പതിയെ എൻ്റെ ആദ്യ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തുടങ്ങി. അതൊരു സാധാരണ സംസാരമായിരുന്നില്ല, ചോദ്യം ചെയ്യലായിരുന്നു. രോഹിത് എങ്ങനെയാണ് നിന്നെ സ്നേഹിച്ചത്? നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്? യാത്രകൾക്കൊക്കെ പോയത് എവിടെയൊക്കെയാണ്? കയ്യിലുള്ള സ്വത്തുക്കൾ മുഴുവൻ എത്രയുണ്ടാകും? തുടങ്ങി ഓരോന്ന് കുത്തി ചോദിക്കാൻ തുടങ്ങി. സത്യത്തിൽ അതെനിക്ക് വളരെ അരോചകമായി തോന്നി. ദിവസങ്ങൾ ചെല്ലുന്തോറും എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ ഓർമ്മകൾ സജിത്ത് ഒരു ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിലെ വേദനകളെ അയാൾ തോണ്ടിയെടുത്തു. ഞാൻ പഴയ കാര്യങ്ങൾ സംസാരിക്കുകയോ രോഹിതിൻ്റെ ഫോട്ടോ അബദ്ധത്തിൽ കാണുകയോ ഒക്കെ ചെയ്താൽ അയാൾ പെട്ടെന്ന് നിശബ്ദനാകും. എന്നിട്ട് പതിയെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. നീ ഇപ്പോഴും പഴയകാല ജീവിതത്തിലാണ് ജീവിക്കുന്നത്, അതെനിക്കറിയാം. എന്നെ നിനക്ക് രോഹിത്തിനോട് എന്ന പോലെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും അറിയാം. ഇതുകൊണ്ടും തീർന്നില്ല. സജിത്തിൻ്റെ പ്രധാന പ്രശ്നം എൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യമായിരുന്നു. രോഹിത് ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് അയാൾക്കറിയാം. അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു സജിത്തിന്. അതെനിക്ക് പതിയെ മനസ്സിലാകാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി 1ഉം 2ഉം പറഞ്ഞ് ഞങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ എത്തിപ്പെട്ടു. എൻ്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവനും സ്വത്തും എല്ലാം ഇപ്പോൾ തന്നെ അയാളുടെ പേരിലേക്ക് മാറ്റണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. നിനക്കിനി ഞാനല്ലാതെ വേറെ ആശ്രയമില്ല. ഇതെൻ്റെ കുടുംബമാണ്, എനിക്കാണ് ഇതിൽ അവകാശം. അയാൾ കലി തുള്ളിക്കൊണ്ട് അലറി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതൊരു പുതിയ ജീവിതമായിരുന്നില്ല, ഇതൊരു പുതിയ തടവറയായിരുന്നു. ഞാൻ ജീവിതത്തിൽ സ്നേഹം തേടിപ്പോയപ്പോൾ അയാൾ തേടിയത് എൻ്റെ സമ്പത്തും ഒരു അടിമയെയും ആയിരുന്നു. എൻ്റെ ആദ്യത്തെ നഷ്ടം വിധി തന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് എൻ്റേത് മാത്രം ആയിരുന്നു. അത് ഒരു പിഴവായതു എന്ന് മനസ്സിലായി. പുതിയ ബന്ധം എനിക്ക് സമ്മാനിച്ചത് കൂടുതൽ വേദനകളും വഞ്ചനയുടെ കയ്പും മാത്രമായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും എനിക്ക് അവിടെ ശ്വാസം വിടാൻ പോലും അനുവാദം തേടേണ്ട അവസ്ഥയായി. സജിത്തിൻ്റെ ദൂരത്തിന് കാശ് തികയാത്തതിൻ്റെ നെട്ടോട്ടമാണ്. ഓഫീസിൽ നിന്നും ക്ലബിൽ പോയി വൈകി വീട്ടിൽ വരുന്നത് കുടിച്ചിട്ടാണ്. ദിവസവും ഇതാണ് പതിവ്. വീട്ടുകാർക്കും അയാളുടെ മേൽ ഒരു സ്വാധീനവുമില്ല. എല്ലാം അറിഞ്ഞപ്പോൾ തകർന്നുപോയി. ഞാൻ അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടിയായാലും ഒടുവിൽ രക്ഷപ്പെട്ടു. പുതിയ ജീവിതം സ്വീകരിക്കാൻ എന്നോട് നിർബന്ധിച്ചവരാരും ഇന്ന് ഈ അവസ്ഥയിൽ എൻ്റെ കൂടെയില്ല. രോഹിത്തിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളേക്കാൾ ഇന്നെൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് സജിത്ത് നൽകിയ മുറിവുകളും ഭയപ്പെടുത്തുന്ന ഓർമ്മകളുമാണ്. നഷ്ടങ്ങൾ ലാഭമാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ തിരിച്ചടി. 2ാം വസന്തത്തിനായി വാതിൽ തുറന്നപ്പോൾ കാത്തിരുന്നത് ഒരു പേമാരി മാത്രമായിരുന്നു. ഗീതു ഓർത്തുപോയി. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സമാധാനവും സംതൃപ്തിയുമാണ്. സ്വതന്ത്രമായി നീലവിഹായസിൽ പറന്നു നടക്കുന്നൊരു കിളിയുടെ സന്തോഷമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. കഥ ഇഷ്ടമായോ? ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.